ഒരു അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. എന്ത് വീഴ്ചയുണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അതുപോലെ തന്നെയാണ് വളരെ അനുഭവമായിട്ടാണ് സംസാരിച്ചത്, വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത്. പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ പരിപൂർണ്ണ തൃപ്തരാണ്. അവരെ എന്തോ ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ കാര്യമായിട്ട് ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത്. ഹോസ്പിറ്റലിലുള്ള അനാസ്ഥ വളരെയായിരുന്നു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, പിന്നെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുള്ള, ഇത് രണ്ടുമാണ് ഞങ്ങൾ മാഡത്തിനോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെ ചോദിച്ചറിഞ്ഞു, കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അദ്ദേഹം. പ്രൈവറ്റ് വൈകിയെന്നല്ല, അതിനകത്തൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ആംബുലൻസിലാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. പ്രൈവറ്റ് ആംബുലൻസ് ആയിരുന്നു. 108-ലല്ല, നഴ്സിംഗ് സ്റ്റാഫ് കാണുമല്ലോ, ഇതാരുമില്ല. പ്രൈവറ്റ് വരുമ്പോഴേക്കും അതില്ലായിരുന്നു. അപ്പോൾ അത് അവരുണ്ടായിരുന്നവരിൽ കൂടി നമ്മുടെ കുഞ്ഞിനെ 108-ലാണെന്നൊരു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് അതിൽ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുവാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. അത് അറിയത്തില്ലാത്ത 2 സ്റ്റാഫുകളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടി ഇരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ലാതായത്. വളരെ അനുഭാവപൂർണമായ ഇതാണ് പറഞ്ഞത്. അന്വേഷിച്ച് എല്ലാ ഇതും വിളിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടായിരുന്നു. അദ്ദേഹം ഒരു എൻക്വയറി കമ്മീഷനെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ 3 കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള മൊഴി അല്ലാതെ ബാക്കി എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അത് 2 ദിവസത്തിനകത്ത് ബിന്ദുവാണത്തിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, വെച്ചു എന്ന് പറഞ്ഞു. തൃപ്തരാണ്. അല്ല, സിപാസ് എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെൻറ് ബോഡിയാണ് ഇവരുടെ കോളേജ്. സിപാസ്, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ, അങ്ങനെ ഒരു സ്ഥാപനമാണ്. അന്നേരം അവർ അതിൻ്റെ ഡയറക്ടർ. ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്കും അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളുടെ മുഖാന്തരം ഇത് കാര്യങ്ങളെല്ലാവരും വെളിയിൽ അറിഞ്ഞില്ലേ. അപ്പോൾ ഓരോരുത്തരും മുന്നേ ഒരു കുഞ്ഞ് ആരെങ്കിലും ഇങ്ങനൊരു സംവിധാനം ഉണ്ടായെന്ന് അറിഞ്ഞിരുന്നു വരികയും ഈ ഒരു വീഴ്ച ഉണ്ടാവില്ലായിരുന്നു. നമുക്കിനിയിപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് കിട്ടില്ല, അത് നമുക്കറിയാം, അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇതുപോലെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലെ വന്ന് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയിൽ വേറൊരു പേരൻസും വരരുത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്.